വിവിധ പ്രദേശങ്ങളാകുന്ന ഇതിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിമലയാറ് ചിറ്റാർപ്പുഴ ടൗണിനോട് ചേർന്ന്. ഇപ്പോൾ ചിറ്റാർപ്പുഴയ്ക്ക് തന്നെ ടൗണിൻ്റെ താഴ്ഭാഗത്ത് വലിയൊരു ചെക്ക് ഡാമുണ്ട്. അതാണ് ഇപ്പം ടി വിയിൽ കണ്ടിരുന്നത്. പിന്നെ ഇപ്പം കരിമ്പ് കയം എന്ന് പറയുന്ന വലിയ കയമാണ് മണിമലയാറിൻ്റെ. അവിടെ വലിയൊരു ചെക്ക് ഡാം പണിതുകൊണ്ടാണ് ഇപ്പം ഈ പ്രസിഡന്റ് പറഞ്ഞ വെള്ളം ഈ കൃഷി ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5ഓളം ചെക്ക് ഡാമുകൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ മണിമലയാറും ചിറ്റാർപ്പുഴയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ട്. അവിടെ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 9 പദ്ധതികളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഈ പദ്ധതികൾ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മളൊരു 2-3 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവിടെ പമ്പ് ചിലപ്പോൾ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ പൈപ്പിൽ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. അപ്പോൾ ഈ വാങ്ങുന്ന 25 രൂപ മുതൽ 75 രൂപ വരെയുള്ള ആ തുക ഇപ്പോഴെങ്ങനെയാണ് ചിലവാക്കുന്നത്? അത് എത്ര രൂപ ഒരു മാസം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചിലവ് വരുന്നുണ്ട്? അതിൽ എത്ര തുക നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്? പിന്നീടൊരു കാലത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് വേണ്ടി വരാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്? ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ 70 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. വെള്ളത്തിൻ്റെ വേനൽക്കാലമായതുകൊണ്ട് ജലസ്രോതസ് അവിടെ അല്പം കുറവാണെന്ന് മുൻവിധിയോടുകൂടി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ 6000 ലിറ്റർ വെള്ളത്തിന് 70 രൂപ വെക്കുകയും അതിനുശേഷം ഓരോ 1000 ലിറ്ററിനും 20 രൂപ എന്നുള്ള നിലയിൽ ഘടനയിൽ ഫീസ് നിശ്ചയിച്ചുകൊണ്ട് ആ ഫീസ് തുറന്ന് അവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റീഡിങ്ങിന് ഉള്ള ഒരു പെയ്ഡ് സെക്രട്ടറിയും വെച്ച് ആ റീഡിങ്ങും നടത്തി പ്ലംബർക്ക് 6000 രൂപ ശമ്പളം കൊടുത്ത്, അതുപോലെ ഒരു ആളിനെ കൊണ്ട് പറ്റാതെ വരുന്നത് കൊണ്ട് ഒരു ഹെൽപ്പർക്ക് 2000 രൂപ ശമ്പളം കൊടുത്ത്, അങ്ങനെ ഈ 5 വാർഡിലും ദൈനംദിനം 2 കുളത്തിൽ നിന്നും കിണർ മാതിരിയുള്ള, ഞങ്ങളുടെ നാട്ടിലെ ഈ ചതുരത്തിലുള്ള കുളമല്ല, കിണർ മാതിരി റൗണ്ടിലുള്ള, അതാണ് കുളം എന്ന് ഉദ്ദേശിക്കുന്നത്, കിണർ കുത്തി ആ 2ൽ നിന്നും ഈ ഏറ്റവും ടോപ്പിൽ വെള്ളം അടിച്ച് കയറ്റി പമ്പ് ചെയ്ത് മകളിൽ എത്തിച്ചിട്ട് താഴേക്ക് വെള്ളം വിടുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സമതല പ്രദേശം അല്ലാത്തത് കൊണ്ട് കൂടുതൽ മെയിൻ്റെനൻസ് വരും. അതാണ് സാർ മുമ്പ് വെച്ചും കൂടുതൽ മെയിൻ്റെനൻസ് വരും, കറണ്ട് ചാർജ് വരും. മറ്റ് സാധാരണ കോളനി മേഖലയിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗാർഹിക ഉപകരണത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി, അതായത് VPL ലിസ്റ്റിൽപ്പെടുത്തി ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് കറണ്ട് ചാർജ് അല്പം കുറവായി വരുന്നുണ്ട്. എങ്കിലും നല്ല ഒരു തുക വരും എന്നുള്ളത് കൊണ്ട് ഭാവിയിൽ ഇത് നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിന് പേരിലാണ് 70 രൂപ വെച്ചിരിക്കുന്നത്. അല്പം കൂടെ ജലത്തിന്റെ കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫീസ് അല്പം കുറയ്ക്കാൻ പറ്റും. നമുക്കിനി മാർക്സ് അറിയാനുള്ള സമയമാണ്. കണ്ണൻ സർ. എൻ്റെ മാർക്ക് 15-ൽ 12, 15-ൽ 11.5, 10-ൽ 7, 10-ൽ 7, 10-ൽ 6. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് 60 ലഭിച്ചിരിക്കുന്നത് 43.5 മാർക്സ് ആണ്. അപ്പോൾ എന്തായാലും ഇനി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. പഞ്ചായത്തിനെ അവരുടെ ഈ പദ്ധതികളൊക്കെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളാണ്. തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KRPY സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നിധികൾ തേടിയുള്ള യാത്ര സിനിമയുടെയും സാഹിത്യത്തിന്റെയും ഇഷ്ടവിഷയങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആധുനിക യുഗത്തിലും ഈ യാത്ര അവസാനിക്കുന്നില്ല. ഇന്നത്തെ തലമുറ തേടുന്നത് നീലസ്വർണം എന്നറിയപ്പെടുന്ന ജലമാണ്. സുസ്ഥിര വികസനത്തിന്റെ നൂതന ആശയങ്ങൾക്കായുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്രയും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ഗ്രാമത്തിന്റെ കാഴ്ചയുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.